ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സ്വപ്നം കാണാൻ ആഗ്രഹിക്കാത്തവർ ആരാണുണ്ടാവുക? സ്വപ്നം കാണുന്നത് അവസാനിക്കുന്നിടത്ത് മനുഷ്യൻ മൃതസമാനനാകും, മരിച്ചതിന് തുല്യമാകും. സ്വപ്നം കാണാൻ കഴിയാത്തിടത്ത് സ്ഥാപനങ്ങൾ അതിൻ്റെ തകർച്ചയുടെ ആരംഭം കുറിക്കും. പുതിയ സംഭാവനകളൊന്നുമില്ലാതെ, പുതിയ ഭാവനകളൊന്നുമില്ലാതെ ഉള്ളത് സംരക്ഷിക്കുന്ന തിരക്കിൽ പെട്ടുപോകുന്ന സമൂഹവും സമുദായവും മരവിപ്പ് ബാധിച്ചവരായി മാറുന്നു. അതിനാൽ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒന്നാണ് അവർക്ക് സ്വപ്നങ്ങൾ നൽകുക, ആളുകൾക്ക് സ്വപ്നങ്ങൾ നൽകാൻ കഴിയുക, ഭാവനകൾ നൽകാൻ കഴിയുക എന്നത്. സ്വപ്നമെന്നത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ ഭാവനയിൽ കാണുന്നതിൻ്റെ പേരല്ല. ആധുനിക കാലത്തെ അതിപ്രശസ്തനായ മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് വിദഗ്ധൻ സ്റ്റീഫൻ ആർ കവേയുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നതിലെ രണ്ടാമത്തെ ഹാബിറ്റായി പറയുന്ന ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്, ഏത് പ്രവർത്തനത്തിൻ്റെയും അവസാനം കണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വർത്തമാനത്തിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ മനസ്സിൽ കാണാൻ കഴിയുക എന്നുള്ളതാണ് സ്വപ്നം, ഭാവന എന്ന് പറയുന്നത്. ആളുകളെ മാറ്റാൻ, മാറിയ ആളുകൾ വഴി സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, അതുവഴി അവരുടെ നിത്യമായ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും നൽകാൻ നമുക്കിടയിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായൊരു ആസ്പെക്റ്റാണ് ഇത്. റബീഉൽ അവ്വൽ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി അനുസ്മരിക്കപ്പെടുന്ന ഒരു കാലമാണ്. റസൂലിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു കാര്യമാണ്. കാരണം ആ ജീവിതത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ഏത് ഭാഗത്തെ പറ്റി സംസാരിക്കുമെന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശമാനമാക്കാൻ പറ്റുന്ന വലിയൊരു പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ് ആ ജീവിതം എന്നുള്ളതിനാൽ അവിടെ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രകാശത്തിൻ്റെ തരിമതി നമ്മുടെയൊക്കെ ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വെളിച്ചം വീശാൻ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാനുള്ള ധൈര്യം. റസൂലിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് റസൂൽ ജീവിതത്തിൽ, ആളുകളുടെ ജീവിതത്തിൽ പ്രതീക്ഷ പകർന്നത്, അവരുടെ ഭാവനകളെ റസൂലുള്ള ഏത് ഡയറക്ഷനിലാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്, അവർക്ക് എങ്ങനെയാണ് വലിയ വലിയ സ്വപ്നങ്ങൾ അദ്ദേഹം നൽകിയത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതി വെച്ച സൂറ സബയിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവനായി അയക്കപ്പെട്ടവനാണ് റസൂലെ താങ്കൾ. ബഷീറൻ വ നദീറ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായും അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവനായും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ല, നമുക്ക് മാത്രമായി ഇറങ്ങിയ പ്രവാചകനല്ല. ആ ഒരു ബോധം പക്ഷെ അധികം ആളുകളും അറിയുന്നില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും ഈ യാഥാർത്ഥ്യം അറിയുന്നില്ല. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ ജീവിതത്തിൽ സുവാർത്തകൾ നൽകിയത്? ആ സുവാർത്തകൾ നൽകിയതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ജീവിതമാർഗം പിന്തുടർന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയ പരിണതി എന്തായിരിക്കും എന്ന് റസൂൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത് എന്നതറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുയായികൾക്ക്
അദ്ദേഹം ആത്മവിശ്വാസം നൽകി. വ്യക്തി എന്നുള്ള രീതിയിൽ, സമൂഹം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആളുകളെ പഠിപ്പിച്ച ഒരു കാര്യം, നിങ്ങളൊരാളും നിങ്ങളെ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താവാൻ, ഈ ലോകത്ത് ഞാൻ എന്ത് മാറ്റങ്ങളുണ്ടാക്കാൻ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവിടുത്തെ ഒരു ശിഷ്യനുണ്ട്. മദീനയുടെ ഏതോ പ്രാന്തപ്രദേശത്ത്, ഒരൽപ്പം ദൂരപ്രദേശത്ത് താമസിക്കുന്ന ബദുക്കളിൽപ്പെടുന്ന അറബിയായിട്ടുള്ള ഒരാൾ. അദ്ദേഹം റസൂലിൻ്റെ സന്ദേശത്തിൽ വിശ്വസിച്ചു. ഇടയ്ക്കിടയ്ക്ക് റസൂലിന് ചില സമ്മാനങ്ങളുമായി അദ്ദേഹം റസൂലിൻ്റെ അടുത്തേക്ക് വരും. മദീനയിലെ മാർക്കറ്റിൽ ചെറിയ കച്ചവടം അദ്ദേഹം ചെയ്യും. അതിന് കിട്ടുന്ന ലാഭവുമായി അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങും. റസൂലിന് വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, സാഹിർ നമ്മൾ എത്തിപ്പെടാത്ത ആ സ്ഥലത്ത്, പെട്ടെന്നെത്താത്ത സ്ഥലത്ത് നമ്മുടെ പ്രതിനിധിയാണ്. മദീനയിൽ സാഹിറിൻ്റെ പ്രതിനിധി നാമാണ്, ഞാനാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ആരും അറിയാൻ സാധ്യതയില്ലാത്ത, അപ്രസക്തനെന്ന് സ്വയം കരുതുന്ന ഒരാൾ, അയാളുടെ പ്രതിനിധി ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് വഴി അദ്ദേഹം നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഒരിക്കൽ മദീനയിൽ അങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു സാഹിർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സാധനത്തിന് വരൂ ഈ സാധനം വാങ്ങൂ എന്ന് പറഞ്ഞ് അതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു തമാശ, കുസൃതി തോന്നിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പിറകിലൂടെ വന്ന് അദ്ദേഹത്തെ ചുറ്റിപ്പിടിച്ചു. റസൂലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ സഹാബി കുറേ കൂടി ചേർന്ന് നിന്നു. ആ പരിശുദ്ധ മേനിയോട് ഒന്ന് ചേർന്ന് നിൽക്കണമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അതേ ടോണിൽ റസൂൽ പറയാൻ തുടങ്ങി, ആരുണ്ട് ഇത് വാങ്ങാൻ? ആരാണിത് വാങ്ങാനുള്ളത്? ഈ അടിമയെ ആര് വാങ്ങും എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമയാണല്ലോ എന്നാണ് റസൂൽ ഉദ്ദേശിക്കുന്നത്. കാരണം റസൂൽ തമാശ പറയുമ്പോൾ പോലും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹം ഈ സാഹിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അടിമയ്ക്ക് എന്ത് വില കിട്ടാനാണ്? കാരണം അടിമച്ചന്ത നിലനിൽക്കുന്ന കാലമാണ്, അടിമകളെ ആൾക്കാർ വിൽക്കും വാങ്ങും. എനിക്ക് എന്ത് വില കിട്ടാനാണ് എന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെയാണ്. റസൂൽ പറഞ്ഞു, അല്ല സാഹിർ, അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെ വിലയേറിയ ആളാണ് താങ്കൾ. അതായത് നിസ്സാരമായി കാണുന്ന ആളുകളെപ്പോലും താങ്കൾ അത്ര വില കുറഞ്ഞവരല്ല എന്ന് തെളിയിക്കുകയായിരുന്നു, അവരെ പഠിപ്പിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, സുഹൈബ് റൂമിയെക്കുറിച്ച്, ഇവരുടെയൊക്കെ ഒരു സോഷ്യൽ സ്ട്രാറ്റ എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ സാമൂഹ്യ പദവി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അല്ലായിരുന്നുവെങ്കിലും ഒരാളും അറിയാതെ അജ്ഞാതരായി മരിച്ചു പോകേണ്ടിയിരുന്ന ആൾക്കാരാകുമായിരുന്നു അവർ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതം വഴി അവർക്ക് അഭിമാനബോധം പകർന്നു. അപ്പോൾ ഇത്തരം വ്യക്തികളെ ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന സമൂഹത്തിനും ധൈര്യം കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ്റെ സന്ദേശം ഉൾക്കൊണ്ട ആളുകൾ ഇന്ന് ലോകത്തിൽ ഒരു വമ്പൻ ജനസംഖ്യയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധനത്തിൻ്റെ 13-ാം കൊല്ലത്തിലേക്ക് കടക്കുന്ന സമയത്ത്, ഹിജ്റയുടെ തൊട്ട് മുമ്പുള്ളൊരു ഘട്ടത്തിൽ കേവലം 250-ന് താഴെ ആളുകൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത്. അതികഠിനമായ പീഡനങ്ങളുണ്ടായി തുടക്കത്തിൽ. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, റസൂലെ കാണുന്നില്ല താങ്കൾ, എന്താണ് ഈ പീഡാനുഭവങ്ങൾ? എന്നാണ് ഇതിനൊരറ്റം? പ്രാർത്ഥിക്കുന്നില്ലേ താങ്കൾ? ഞാൻ പ്രാർത്ഥിക്കാം, ഇനി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം വന്ന് നിരാശരായി പോകുമ്പോൾ നമ്മൾ നിരാശയിൽ നമ്മൾ പറയുന്നതാണ്. തീർച്ചയായും അതൊരാശ്വാസത്തിൻ്റെ വചനമാണ്. എന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ഇനി പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇനി മറ്റു വഴികൾ ദുനിയാവിൽ തുറക്കില്ല എന്നൊരു തോന്നൽ കൂടി പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തും അള്ളാഹു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. ആരാണ് ഖബ്ബാബ്? അദ്ദേഹത്തെ അടിമയാക്കി വെച്ചിരുന്ന, അദ്ദേഹത്തെ പണിക്കാരനായി വെച്ചിരുന്ന ഉമ്മു അൻമാർ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലനായിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുറത്ത് ഇരുമ്പ് പഴുപ്പിച്ച് അതിൻ്റെ പാടുകൾ അങ്ങനെ പതിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അതിങ്ങനെ എൻ്റെ തൊലി ഇങ്ങനെ ഉരുകി പോകുന്ന സമയത്ത്, സാധാരണ തൊലി ഉരുകുന്ന സമയത്ത് നമ്മളൊക്കെ കേൾക്കാറുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഇസ്തിരി പെട്ടിയിലൊക്കെ എപ്പോഴെങ്കിലും നമ്മുടെ മേനിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാൻ പറ്റും. ആ ശബ്ദം ഞാൻ കേൾക്കുമായിരുന്നു.
ആ നിസ്സഹായതയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്, പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖബ്ബാബേ, നിങ്ങൾ ധൃതി കൂട്ടുകയാണ്. മുമ്പ് കഴിഞ്ഞുപോയ തലമുറകൾ, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അനുയായികൾ സഹിച്ചത് നിങ്ങൾ സഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരണം നൽകിക്കൊണ്ട് പറയുന്നു, ഈ വാക്യം സത്യമായി പുലരും. ഒരു നാൾ വരും, സന്ന മുതൽ ഹവർ മൗത്ത് വരെ അള്ളാഹു തൻ്റെ ആടിനെ പിടിക്കുന്ന ചെന്നായി അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരും. എപ്പോഴാണിത് പറയുന്നത്? മക്കയിൽ ഈ തൻ്റെ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അനുയായികളെ രക്ഷിക്കാൻ പോലും കഴിയാത്ത വിധം നിസ്സഹായമായ ഒരവസ്ഥ പ്രവാചകൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിജറയുടെ സമയത്തുണ്ടാകുന്ന സന്ദർഭം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. സുറാഖ എന്ന് പറയുന്ന ആൾ മക്ക വിട്ടുപോയിരിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ കൂട്ടുകാരനും എന്നറിഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ ഓഫർ പ്രഖ്യാപിച്ചു. 100 ഒട്ടകം. ബനൂ മുദലജ് എന്ന് പറയുന്ന ബദു ഗോത്രത്തിൽപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം, സുറാഖയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു ഫോർച്യൂണാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആയുസ്സും അദ്ദേഹം അധ്വാനിച്ചാലും കിട്ടാൻ കഴിയാത്ത വലിയൊരു സമ്പത്താണത്. പ്രലോഭിതനായി അദ്ദേഹം പിറകിൽ പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടു. അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയാത്ത വിധം കുതിര മണലിൽ കൊണ്ടുപോയി. ചരിത്രം നമുക്കറിയുന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ ഈ വഴി പോയിട്ടുണ്ട് എന്നുള്ള വിവരം പറയരുത് എന്ന് പറഞ്ഞു. സുറാഖ പറഞ്ഞു, അബൂജഹൽ 100 ഒട്ടകമാണ് പ്രതിഫലമായി തന്നിരിക്കുന്നത്, അത് കേട്ടിട്ട് പോന്നതാണ് ഞാൻ. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, സുറാഖ, ഞാൻ കിസ്രയുടെ കങ്കണങ്ങൾ, കിസ്രയുടെ അധികാരചിഹ്നമായ വളകൾ താങ്കൾ അണിയിച്ചാൽ എങ്ങനെയുണ്ടാകും? അത്ഭുത പരതന്ത്രനായി, അത്ഭുതം കൂടി, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം മക്കയിലെ ആളുകൾ നിൽക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് മദീനയിലേക്ക് പോകുന്ന വഴിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് അറിയുന്ന കിസ്ര എന്ന് പറയുന്നത് പേർഷ്യൻ ഭരണാധികാരിയായ ഒരു കിസ്രയെ കേട്ടിട്ടുള്ളൂ, കേട്ടത് യാഥാർത്ഥ്യമാണോ? ഒന്നുകൂടി ചോദിച്ചു, പേർഷ്യൻ ഭരണാധികാരി ഹോർമുസിൻ്റെ മകൻ കിസ്രയെയാണോ റസൂലെ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും അന്ന് സംഭവ്യമല്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. സൈമൺ സിനക്കിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നിടത്തും, ആളുകളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്തും സൈമൺ സിനക്ക് പറയുന്നുണ്ട്, സ്വപ്നം എന്ന് പറയുന്നത്, ആളുകൾക്ക് കൊടുക്കുന്ന ഭാവന എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതുപോലെ നിങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആളുകളോട് പറയലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നീ അണിയിക്കപ്പെടും, കിസ്രയുടെ അധികാരത്തിൻ്റെ അടയാളങ്ങൾ നീ അണിയിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹിജറ 16-ാം വർഷത്തിൽ ആണ് ഖാദിസിയ യുദ്ധത്തിലൂടെ കീഴടങ്ങുന്നത് പേർഷ്യ എന്ന് പറയുന്ന ഭാഗം. റസൂലിൻ്റെ കാലത്ത് കീഴടങ്ങിയിട്ടില്ല. ഈ കഥ അറിയുമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു പേർഷ്യയിലെ മുഴുവൻ സമ്പത്തും മദീനയിൽ വന്നു പെട്ടപ്പോൾ എവിടെ സുറാഖ എന്നന്വേഷിച്ചു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ ആഭരണങ്ങളിൽ നിന്നും സമ്പത്തിൽ നിന്നും ആ അധികാര ചിഹ്നമായിട്ടുള്ള വള തെരഞ്ഞെടുത്ത് സുറാഖയെ അണിയിച്ചു. മദീനയിലൂടെ ഘോഷയാത്രയാക്കി സുറാഖയെ കൊണ്ടു നടന്നു. ഇത് കണ്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ബനു മുദലജ് ഗോത്രക്കാരനായ ഒരു ബദു ഇന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളം തൻ്റെ കയ്യിൽ അണിഞ്ഞുകൊണ്ട് മദീനയിലൂടെ നടക്കുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന സന്ദർഭമാണിത്. ഖൈബറിൻ്റെ യുദ്ധ സന്ദർഭത്തിൽ നമ്മൾക്കറിയുന്ന ചരിത്രം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഖന്തഖിൻ്റെ അവസ്ഥ? ബാഹ്യശത്രുക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടി 10-20 ദിവസത്തോളം മെനക്കെട്ട് അവർ കിടങ്ങ് കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പൂർത്തിയായി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ നിന്നാണ് ആഭ്യന്തര ശത്രുക്കൾ
ബനൂ ഖുറൈളയുടെ നേതൃത്വത്തിൽ ഉള്ളിൽ നിന്ന് ശത്രുപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കുന്നു എന്ന വിവരം കിട്ടുന്ന ഘട്ടമാണ്. ആ കുഴിക്കുന്ന സമയത്ത് ബനൂ ഖുറൈളയുടെ കൂറുമാറ്റ വിവരം അറിയുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ പാറ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, കഴിയുന്നില്ല. സഹാബികൾ പറഞ്ഞു, നമ്മൾക്ക് ആ പാറയെ നമ്മൾക്ക് വലയം ചുറ്റി നമ്മൾക്ക് കുഴിയുണ്ടാക്കാം. പറ്റില്ലെന്ന് പറഞ്ഞു സഹാബികൾ. റസൂലുള്ള കൽപ്പിച്ചതാണല്ലോ. കഴിയാതായപ്പോൾ റസൂലുള്ള തന്നെ പിക്കാസ് കയ്യിലെടുത്തു. റസൂൽ ആദ്യത്തെ കൊത്ത് കൊത്തി, രണ്ടാമത് കൊത്തി, മൂന്നാമത് കൊത്തി. റസൂലിൻ്റെ ഓരോ കൊത്തിലും 1/3 ഭാഗങ്ങളായി അടർന്നു വീണു. ഓരോ ഭാഗം അടർന്നു വീഴുമ്പോൾ ആദ്യത്തേതിൽ റസൂലുള്ള പറഞ്ഞു, പേർഷ്യയുടെ സിംഹാസനങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നതായി നാം കാണുന്നു. രണ്ടാമത് പറഞ്ഞു, റോമിൻ്റെ സിംഹാസനം, റോമിൻ്റെ കൊട്ടാരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്നു. മൂന്നാമതിൽ പറഞ്ഞു, യമനിലെ ഭരണകൂടത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഏതാണ് ഘട്ടം? സൂറ അഹ്സാബിൻ്റെ തുടക്ക ഭാഗം വായിച്ചു കഴിഞ്ഞാൽ 10-11 ആയത്തുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ആളുകളങ്ങ് ഭയപ്പെട്ടു പോയ സന്ദർഭമാണ്. നിങ്ങൾ ഭയപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ ഭയാക്രാന്തമായി, കണ്ണുകളിൽ അതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളുടെ ഹൃദയങ്ങൾ ഭയം കാരണം തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾ ശങ്കിച്ചു. വയളുന്നൂന ബില്ലാഹി ളുനൂന, അള്ളാഹുവിനെ പറ്റി വേണ്ട വിചാരങ്ങൾ നിങ്ങൾക്കുണ്ടായി. അവൻ സഹായിക്കുമെന്ന് പറഞ്ഞത് ശരി തന്നെയായിരുന്നു എന്ന് നിങ്ങൾ സംശയിക്കുന്ന അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിലാണ് ലോകത്ത് വരാൻ പോകുന്ന മാറ്റം. ഇതൊരു അധികാര കൈമാറ്റത്തിൻ്റെയല്ല. ലോകത്ത് ഇപ്പോൾ മേധാശക്തി പുലർത്തിക്കൊണ്ടിരിക്കുന്ന അധികാരം, മേധാശക്തി പുലർത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കാരം, ജീവിത രീതി എന്ന് പറയുന്നത് റോമക്കാരുടെയും പേർഷ്യക്കാരുടെയുമാണ്. നമ്മുടെ ഈ പ്രബോധനത്തിൻ്റെ ഫലമായി ഇത് മാറാൻ പോകുന്നു. ഇത് നമ്മളുടെ കയ്യിലെത്താൻ പോകുന്നു. സംസ്കാരം നമ്മൾ ലോകത്തിൻ്റെത് മാറ്റാൻ പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുകയാണ്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, ഇതൊക്കെ റസൂലിൻ്റെ ജീവിതത്തിൽ ഞാൻ തുടർച്ചയായി സംഭവിക്കുന്നതല്ല. ഞാൻ ആദ്യം പറഞ്ഞ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കത്തിലാണ്. സുറാഖയുടെ സംഭവം 13 കൊല്ലത്തിന് ശേഷം ഹിജ്റയുടെ ഘട്ടത്തിലാണ്. ഖന്തഖ് സംഭവിക്കുന്നത് ഹിജ്റ 6-ാം വർഷമാണ്. ഏകദേശം ഹിജ്റ 8-ാം വർഷത്തിലെത്തിയ സമയത്താണ് ഹായിൽ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിപ്പെടുന്നത്. റസൂലിൻ്റെ സൈന്യം അവിടെ എത്തിപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു സങ്കീർണ സാഹചര്യമൊക്കെയുണ്ട്. അവിടുത്തെ നേതാവായിരുന്ന അദീ ഇബ്നു ഹാത്തിം അങ്ങനെ മദീനയിൽ എത്തിപ്പെടുകയാണ്. എങ്ങനെയാണ് മുഹമ്മദിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനവും ദീനുമൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നൊരു ദീർഘ സംഭാഷണം ഹദീസുകളിൽ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അദിയെ നീ വിശ്വസിക്കാതിരിക്കുന്നതിന് കാരണം? ദീനിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദീ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ, എൻ്റെ മതം മറ്റൊന്നാണ് എന്ന് താങ്കൾക്കറിയാമല്ലോ. എനിക്കറിയാം, താങ്കൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ താങ്കളുടെ മതത്തെക്കുറിച്ച് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംഭാഷണം തുടങ്ങുന്നത്. നമ്മൾക്ക് സമ്പത്തില്ല എന്ന് നീ കരുതുന്നുവോ? നമ്മൾക്ക് അന്തസ്സില്ല എന്ന് നീ കരുതുന്നുവോ? പ്രതാപമില്ല എന്ന് നീ കരുതുന്നുവോ? നമ്മളുടെ കൂട്ടത്തിൽ കൂടിയാൽ സുരക്ഷയില്ല എന്നാവും ഒരുപക്ഷെ നീ ധരിക്കുന്നത്. പക്ഷേ അധികം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, 3 കാര്യം ഞാൻ പറയട്ടെ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സുരക്ഷയില്ല എന്ന് നീ വിചാരിക്കരുത്. ഒരു കാലം വരും, അന്ന് ഹീറയിൽ നിന്ന്, ഇറാഖിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ മക്കയിൽ വന്നൊരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പേർഷ്യയുടെ ഖജാനകൾ സമ്പത്തില്ല എന്നാണല്ലോ പേടിക്കുന്നത്. നമ്മളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണല്ലോ എല്ലാ കാലത്തും ആളുകൾ ആലോചിക്കുക. അതാണ് കോടിക്കണക്കിന് രൂപ അധികാര കേന്ദ്രങ്ങൾ അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് 25 കോടി എടുത്ത് 50 കോടിയോ 100 കോടിയോ എടുത്ത് ആരെ വേണമെങ്കിലും വിലക്ക് വാങ്ങാവുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമുക്കറിയാം എങ്ങനെയാണ് പണം കൊടുത്ത ആളുകളെ വാങ്ങാൻ കഴിയുക എന്നുള്ളത്. റസൂൽ ചോദിക്കുകയാണ്, പണമില്ല എന്നാണോ വിചാരിച്ചത്? വലിയ പണമുള്ളത് ഇപ്പോൾ അപ്പുറത്താണല്ലോ, പേർഷ്യയാണല്ലോ. ആ ഖജാനകൾ നമ്മളുടെ കയ്യിൽ വരും എന്ന് പറഞ്ഞു. ദാരിദ്ര്യമാണ് ആളുകൾ. ഇപ്പോൾ നോക്കുമ്പോൾ വലിയ സമ്പത്തൊന്നുമില്ല മുസ്ലിങ്ങളുടെ കയ്യിൽ. അതിനാലാണോ വിശ്വസിക്കാതിരിക്കുന്നത്? ഒരു കാലം വരും, അന്ന് സകാത്ത് വാങ്ങാൻ, സദഖ വാങ്ങാൻ ആളുകളില്ലാതിരിക്കും നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിപ്പോയി. പിന്നീട് സംഭവിച്ചതിനെക്കുറിച്ച് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ കണ്ടു.
ഒരു പെണ്ണ് അങ്ങ് വിദൂരദേശത്ത് നിന്ന് ഖദീസിയക്കും അപ്പുറത്ത് നിന്ന് വന്നുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. സുരക്ഷ എല്ലാവർക്കുമായി, ആരെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വന്നു. ഖാദിസിയ്യ യുദ്ധത്തിൽ, പേർഷ്യൻ സാമ്രാജ്യം കീഴടങ്ങുന്ന യുദ്ധത്തിൽ ഞാൻ പങ്കാളിയായി. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സകാത്ത് വാങ്ങാൻ ആളില്ലാതിരിക്കുന്നു. അത് സംഭവിച്ചിട്ടില്ല അദ്ദേഹം പറയുന്ന സമയത്ത്. പക്ഷേ ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ തന്നെ അത് സംഭവിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അമവി രാജാവായിരുന്ന കാലത്ത്, ഖലീഫയായിരുന്ന കാലത്ത് അത്തരമൊരു സന്ദർഭത്തിലേക്ക്, സാമ്പത്തികമായ സുസ്ഥിതിയിലേക്ക് മുസ്ലിം സമൂഹം എത്തി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. കേവലം ദുനിയാവിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയല്ല അള്ളാഹുവിൻ്റെ റസൂൽ, പ്രതീക്ഷ നൽകുകയല്ല. ഇതിനേക്കാളൊക്കെ വലിയ ആദി ആളുകൾക്ക് ആഖിറത്തിനെ കുറിച്ചുണ്ടാകുമല്ലോ. ഇനി ദുനിയാവിലൊന്നും കിട്ടിയില്ല, ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളൊന്നും എൻ്റെ ജീവിത സമയത്തുണ്ടാകില്ല, പക്ഷേ എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തുമല്ലോ എന്നുള്ളതാണല്ലോ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആശ്വാസം. പക്ഷെ അപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നൊരു സംഗതിയുണ്ട്. നമ്മുടെ അമല് മതിയാകുമോ, നമ്മുടെ കർമ്മം മതിയാകുമോ അള്ളാഹുവിങ്കൽ നമ്മൾക്ക് വിജയിയാവാൻ? അള്ളാഹുവിൻ്റെ റസൂല് ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ചെറുത് ചോദിക്കരുത്. നമ്മൾക്കുള്ള വലിയൊരു പാഠമാണ്. ജന്നാത്ത് ചോദിക്കുമ്പോൾ, സ്വർഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുക, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ചോദിക്കുക. ഇപ്രാവശ്യം ഹജ്ജിന് പോയ സമയത്ത് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞൊരു സ്ത്രീ അവരുടെ അനുഭവം പറഞ്ഞത്, ദരിദ്രയാണ്, സ്വന്തമായി വീടില്ല, എനിക്ക് ഹജ്ജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയാതിരുന്ന കാലത്ത് അവർ പറഞ്ഞു, എന്നോട് ആളുകൾ പറയും, എന്നോടും ഭർത്താവിനോടുമൊക്കെ ആളുകൾ പറയും, നിങ്ങളുടെ പ്രയാസമൊക്കെ ദൂരീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു ഉംറക്ക് പോയിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി ഒരു ഉംറക്ക് പോയി നിങ്ങളൊന്ന് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങളുടെ കാര്യം ശരിയാവും. അവർ പറയുകയാണ്, ഒരു സാധാരണ സ്ത്രീ, അവർ പറയുകയാണ്, ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി, അള്ളാഹുവിനോടാണല്ലോ ഞാൻ ചോദിക്കുന്നത്, അതിനാൽ എന്തിന് ഉംറ ചോദിക്കണം? പടച്ചവനോട് ഞാൻ പറഞ്ഞു, പടച്ചവനെ എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് ഹജ്ജിന് പോകണം, അതിന് നീ എവിടെ നിന്നാണ് എന്ന് എനിക്കറിഞ്ഞുകൂടാ, വഴി നീ തുറക്കണം. അവർ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു, അള്ളാഹു എനിക്ക് വഴി തുറന്ന വഴികളെക്കുറിച്ച് അവർ പറഞ്ഞു. അതിനാൽ ഞാൻ ഇന്നിവിടെ, അവർ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്കൊരു വീടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യണം എന്നവർ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, അള്ളാഹുവിനോട് തേടുമ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് ഒരു സംശയം, ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വെച്ചിട്ട് പടച്ചവനോട് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ചോദിക്കാം. അതിനർത്ഥം പരിശ്രമങ്ങളില്ലാതെ എന്തും ചോദിക്കണമെന്നാൽ ചോദിക്കാം. അങ്ങനെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കാൻ പറ്റുക. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം. ആളുകൾ പല ദറജകളിലുള്ള ആളുകളാണല്ലോ. സാമ്പത്തികമായി ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാകും, വിവരം കൊണ്ട് ആളുകളെ സേവിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാകും, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സേവനങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരുപാട് അവന്യൂസ് അവർക്ക് മുന്നിൽ തുറന്നിരിപ്പുണ്ടാകും. പക്ഷേ ഇതൊന്നുമല്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ, സാധാരണക്കാരായ വിശ്വാസികൾ. ഒരുപക്ഷെ അവരുടെ പ്രദേശത്തിനപ്പുറത്ത്, അവരുടെ മഹലിനപ്പുറത്ത് ഒരാളും പേരും കുറിയും അറിയാതെ മരിച്ചു പോകുന്ന ആളുകളുണ്ടാകും. അവരോടും അള്ളാഹുവിൻ്റെ റസൂൽ എന്താണ് പറയുന്നത്? നിങ്ങൾ തേടുമ്പോൾ നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് തേടണം. കാരണം അള്ളാഹു നിങ്ങൾക്ക് തന്നത് വെച്ച് നിങ്ങളെ പരീക്ഷിക്കുന്ന ആളാണ്, തരാത്തതിനെക്കുറിച്ചല്ല. ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. അതിനാൽ നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുമ്പോൾ, നിങ്ങൾ മോഹിക്കുമ്പോൾ ഏറ്റവും വലുത് മോഹിക്കുക എന്ന് പറയുന്നു. അപ്പോഴും ആളുകൾക്ക് സംശയം തോന്നും, നമ്മുടെ അമല് മതിയാകുമോ? ഒരിക്കലൊരാൾ എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് വലിയ അമലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഈ ഇസ്ലാം കാര്യങ്ങളിൽ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സകാത്ത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഇങ്ങനെ മിനിമം കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഞാൻ സ്വർഗത്തിലെത്തും. അള്ളാഹിൻ്റെ റസൂൽ അയാളോട് പറഞ്ഞു, പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ റസൂലെ താങ്കളെയും അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും ഞാൻ സ്നേഹിക്കുന്നു റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും നീ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു,
അന്നേ ദിവസം സന്തോഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല. കാരണം അമല് കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അവനോട് സ്വർഗം വാങ്ങാനും കഴിയുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും റളിയല്ലാഹു അൻഹും അവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ആശ്വസിച്ചു. ഇത് അമല് ചെയ്യാതിരിക്കാനുള്ള ഒരു ന്യായമായി ആളുകളെ പഠിപ്പിക്കേണ്ടുന്ന കാര്യമല്ല. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. പകരം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ നമ്മുടെ സ്വർഗപ്രവേശം സാധ്യമാവുകയില്ല. പ്രത്യക്ഷമാകുമ്പോൾ പ്രത്യക്ഷമായ രീതിയിൽ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഏത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളത് നമ്മൾക്കറിഞ്ഞുകൊണ്ടാണ്. പറഞ്ഞു വരുന്നത്, സ്വപ്നം കാണാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത മുഴുവൻ ആളുകളും, നമ്മൾ സഹാബികളുടെ കാലത്തിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ ജീവിതങ്ങൾ, നമ്മളുടെ മുന്നിൽ കണ്ട ജീവിതങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കും. കേരളത്തിൽ നമ്മൾ മുമ്പൊരിക്കൽ അനുസ്മരിച്ചിട്ടുണ്ട് MK ഹാജി സാഹിബിൻ്റെ കഥ. തിരൂരങ്ങാടിയിലെ യത്തീംഖാന തുടങ്ങുന്നത് 300 രൂപ ആകെ ചെലവ്, 250 രൂപ മാത്രമേ 250 രൂപ നമ്മൾ തരാമെന്ന് JDTയുടെ സെക്രട്ടറി അസ്ലം സാഹിബ് പറഞ്ഞു. 50 രൂപ ആര് സംഘടിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു സദസ്സ് മൗനമായി നിന്നു. എല്ലാവരും താഴോട്ട് നോക്കി. കഥ വിവരിച്ച ഉമർ മൗലവി പറയുന്നുണ്ട്, 4 രൂപ ശമ്പളമുള്ള ഞാൻ എങ്ങനെയാണ് ഈ 50 രൂപയെക്കുറിച്ച് എനിക്ക് മാസശമ്പളമുള്ള ഞാൻ എങ്ങനെ ആലോചിക്കാൻ കഴിയും? അപ്പോൾ MK ഹാജി ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഉണ്ടാക്കും. അതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നൊരു സിസ്റ്റം ഇല്ലാത്ത ഒരു കാലത്ത് കോളേജ് എന്ന് മാത്രമല്ല എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണം ഈ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഭാവിയിൽ വരാനുള്ളത് നമ്മൾ നേരത്തെ സംഭവിച്ചതുപോലെ കാണാൻ കഴിയുക എന്നുള്ളതാണ് വിഷനറി ആവുക, സ്വപ്നം കാണാൻ കഴിയുക എന്നുള്ളതിൻ്റെ അടയാളമാണ്. നമ്മളെന്തിന് ദൂരെ പോകണം? നമ്മളിരിക്കുന്ന ഈ പള്ളിയെക്കുറിച്ച്, ഇതിൻ്റെ പരിസരങ്ങളെക്കുറിച്ച്, ഈ മാളിനെക്കുറിച്ചും ബിസിനസ് പാർക്കിനെക്കുറിച്ചും ഇവിടെ കാണുന്ന സെറ്റപ്പുകളെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കും. 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുന്ന്, ഇവിടെ ആദ്യമായി പൈലിംഗ് നടത്തുന്ന സമയത്ത് പൈലിംഗ് അങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോൾ വെള്ളം വരികയാണ്. ഇവിടെ എങ്ങനെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടാകും എന്ന് ആലോചിച്ചു എന്ന് ഇതിൻ്റെ തുടക്കക്കാർ പറയുന്ന കഥയുണ്ട്. ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ സ്ഥാപനം വളർന്ന് വലുതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ചിലതുണ്ടാക്കാൻ പറ്റുമെന്നുള്ള പടച്ചവനെ മുൻനിർത്തിയുള്ള ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് എന്ന് ആലോചിക്കാൻ നമ്മൾക്ക് കഴിയണം. ഇവിടെ അത്തരമൊരു സ്ഥാപനത്തിൽ കമ്പനികൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ. അത്തരമൊരു സ്ഥാപനത്തിൽ നമ്മൾ പല സ്റ്റാർട്ടപ്പുകളും നടത്തുന്നുണ്ട്. നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് പ്രതീക്ഷിച്ചാണ് ബിസിനസ് നടത്തുന്ന ആളുകൾ ശമ്പളക്കാരാവേണ്ട എന്ന് തീരുമാനിച്ച് ബിസിനസ് നടത്താൻ തീരുമാനിക്കുന്നത്. അവർക്ക് ഇത്തരമൊരു സ്വപ്നമുണ്ടാകണം, ഇത്തരമൊരു വിഷൻ ഉണ്ടാകണം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇവിടെ ക്യാപിറ്റൽ ഇറക്കും, എങ്ങനെ ഇവിടെ പൈസ ഇറക്കും, എന്ത് കണ്ടിട്ടാണ് നമ്മൾ 10-15 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുക എന്ന് ആദ്യ പിടിക്കേണ്ടവരല്ല. നമ്മൾ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. മുന്നിൽ നോക്കുമ്പോൾ ഒരു വെളിച്ചവും കാണാത്തിടത്ത് റോമിനെയും പേർഷ്യയും കുറിച്ച് സംസാരിച്ച, അമലുകൾ മതിയാവുമോ എന്ന് സംശയിച്ച ആളുകളോട് നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ്. അതിനാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് റസൂലിൻ്റെ ജീവിതത്തിൽ നിന്ന് പറയാനുള്ള പാഠം അള്ളാഹുവിനെ മുൻനിർത്തി, കാരണം അള്ളാഹു എന്ന് പറയുന്നത് ഹക്കാണ്, യാഥാർത്ഥ്യമാണ്. അവനെ മുൻനിർത്തി സ്വപ്നങ്ങൾ കാണുക, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുക, ആ ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, അതുവഴി അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചേരുക. അതായിരിക്കട്ടെ ഈ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള സന്ദേശം. അള്ളാഹു അത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.